ഇന്ന് രാവിലെ തന്നെ ഞാനും പാച്ചിക്കുട്ടനും കൂടെ ഒന്ന് അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഒരുപാട് നാൾ കൂടിയിട്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ രാവിലെ ഇറങ്ങിയത്. പാച്ചിക്കുട്ടൻ പിന്നെ അമ്പലത്തിൽ വരുമ്പോൾ തൊട്ട് തലേ വെക്കലാണ്. എന്തൊക്കെയോ പിറുപിറുക്കുന്നതൊക്കെ കാണാം. ചിലപ്പോൾ അവൻ അവൻ്റേതായിട്ടുള്ള രീതിക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കുമേ. അവൻ പിന്നെ ഈ അമ്പലത്തിലേക്കൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ അതിൻ്റെ കാര്യം വഴിയെ പറഞ്ഞു തരാവേ. അങ്ങനെ ഞാൻ അവനെയും വിളിച്ചുകൊണ്ട് വലമൊക്കെ വെച്ച് വന്നു. കൈ വിട്ട് ഇവൻ അപ്പം ഓടും. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിയപ്പോൾ ദാ നിൽക്കുന്നു ചന്ദനം വേണത്രേ. അതെന്താണെന്ന് വെച്ചാൽ ചന്ദനം മുഖ്യം ബിഗിലയാണെന്ന് തോന്നുന്നു അവന്. പിന്നെ ഞാനും ചന്ദനമൊക്കെ തൊട്ടു. ഇവിടെ ദേവി ആയതുകൊണ്ട് തന്നെ കുങ്കുമവും ചാന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ദേ അവൻ ഓടുന്നോട്ടം കണ്ടോ. ഈ ഓട്ടത്തിന് അവനെ ഇപ്പോൾ പിടിച്ചില്ലേ, പിന്നെ ഇനി അവനെ അടുത്ത പഞ്ചായത്ത് വല്ലതും പോയി നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ദാ അവനെ പിടിച്ചുകൊണ്ട് ഞാനും അവനും കൂടെ ഈ നടക്കുന്നത് അവൻ്റെ ഫേവറേറ്റ് കിച്ചണും നമ്പൂറ്റിയെ കാണാനായിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കുളമൊക്കെ കണ്ട് വാവുമായിട്ടുണ്ടല്ലേ. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞില്ല അവൻ അമ്പലത്തിൽ വരണതിൻ്റെ കാര്യം ഇതാണ് കേട്ടോ. പറഞ്ഞു തീർന്നില്ല, അതാ കിടക്കുന്നു. അങ്ങനെ ഇതാ അവനെ പിടിച്ചെണീപ്പിച്ചപ്പോൾ ഒരുമാതിരി ചില ബംഗാളികളൊക്കെ ഇരിക്കുന്ന പോലെ കണ്ടില്ലേ. അങ്ങനെ അവിടെ ചെന്ന് തൊഴുതി കൈ നീട്ടി നിൽക്കുന്ന തീർത്ഥം പ്രസാദത്തിനൊക്കെയാണ് കേട്ടോ. വലിയ പുള്ളിയായില്ലേ, അതുകൊണ്ട് ഇനി ഇതൊക്കെ മേടിക്കാനായിട്ട് അവന് വേറെ ആരുടെ സഹായമൊന്നും ആവശ്യമില്ലായിരിക്കും. ചന്ദനൊക്കെ തന്നെയാണ് തൊടൽ. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തിരുമേനി അവന് തൃക്കൈവെണ്ണയൊക്കെ കൊടുത്തേട്ടോ. അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൻ കൈ വരെ നക്കി തിന്നുമായിരുന്നു കേട്ടോ. തിരുമേനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഉണ്ണിക്കണ്ണന്മാർക്കല്ലെങ്കിലും വെണ്ണയോടല്ലേ താല്പര്യം എന്നൊക്കെ. സത്യം പറയാലോ, എൻ്റെ മനസ്സങ്ങോട്ട് നിറഞ്ഞു. പിന്നെ ഞാനും കുറച്ചു നേരം പാച്ചിക്കുട്ടൻ ആ വെണ്ണയെല്ലാം പിടിച്ചു കൊടുത്തു. അയെല്ലാം ഇങ്ങനെ മറിഞ്ഞെടുക്കാണ്ട് അവന് തിന്നാൻ അറിയില്ലായിരുന്നു. പിന്നെ ഞാനും അവനും കൂടി സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. വെറുതെ ഒരു രസം. എന്നിട്ട് നമ്മൾ ഇനി പോകുന്നത് മഹാദേവ ക്ഷേത്രത്തിലേക്കാട്ടോ. അവിടെ മഹാദേവൻ മാത്രമല്ല, പാർവതിയുണ്ട്, അയ്യപ്പനുണ്ട്, ഗണപതി അച്ഛനുണ്ട്, സർപ്പത്താന്മാരുണ്ട്. അങ്ങനെ അവിടെ അടുത്തൊരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് അവൻ ഈ നോക്കി നിൽക്കുന്നത്. ഇത് അമ്പലത്തിലെ ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്ന കാളയാണ്. അവൻ ആ കാളയ്ക്കാണെന്ന് തോന്നുന്നു ഈ ടാറ്റയും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത്. ഇന്ന് പതിവില്ലാതെ പച്ചക്കുട്ടിനൊരു ഹാപ്പി മൂഡായിരുന്നേ. ഇല്ലെങ്കിൽ എന്താണ് ഒരു വിഷയം എന്ന് വെച്ചാൽ ഞാൻ ഇവനെ എടുത്തോണ്ട് നടക്കേണ്ടി വന്നേനെ. അങ്ങനെ ഞങ്ങളുടെ പുറകെ ഒരു അമ്മുമ്മ വരുന്നുണ്ടായിരുന്നു. ആ അമ്മുമ്മയാണ് കേട്ടോ ഇവനിങ്ങനെ കൈയാട്ടിയൊക്കെ വിളിക്കുന്നത് ബാബാ എന്നൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ ദൂരം അങ്ങനെ നടന്നു. പിന്നെ ഇവനൊരു ശീലമുണ്ട്, ഇവൻ ഇങ്ങോട്ട് വിളിച്ചവൻ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഞാൻ ഇവനോട് പിണങ്ങിയിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞു പോയാൽ ഇവൻ എൻ്റെ വഴിക്ക് വരുന്ന കേട്ടോ. പിന്നെ മഹാദേവ ക്ഷേത്രത്തിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഓട്ടമാണേ. പിന്നെ അത് അവൻ ഈ പറഞ്ഞ പോലെ പ്രാവും പശു അത് ഇതിനൊക്കെ ഇഷ്ടമാണ്. ആ പ്രാവിനെ പിടിക്കാൻ പോയപ്പോഴാണ് അത് പറന്നു പോയേ. അങ്ങനെ പ്രാവ് പോയതിൻ്റെ ദേഷ്യമത്തിൽ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അത് പൂച്ചയിരിക്കുന്നു. അവിടെ പോയി ഇരുന്നൊക്കെ കാര്യം പറയുന്നുണ്ടായിരുന്നു. വലിയതോ ഡിസ്കഷനാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ചാറ്റമഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് പിന്നെ ഞാനും പാച്ചക്കുട്ടിനൂടെ പെട്ടെന്ന് അയ്യപ്പൻ്റെ അവിടെയും സർപ്പത്താന്മാർ അവിടെയും കൂടി തൊഴുത് തീർത്തു കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ടെമ്പിൾ ഡേറ്റ്. വീണ്ടും ഒരു വീഡിയോ കാണും വരെ ബൈ.